വിജിതയെ കാണാൻ ദീപനല്ല, നിങ്ങളെ കാണാൻ ഇയാളാ വന്നത്. അയ്യോ, ഞാൻ കണ്ടതാ വിജിത പുറത്തേക്ക് പോകുന്നത്. എന്ത് കണ്ടെന്ന്? എന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നതാ. അതുകൊണ്ട് ഒന്നുകൂടി വ്യക്തമായി ആരുടെ കള്ളക്കാമുകന വരുന്നതെന്ന്. താൻ എന്തിനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അത് വല്ലാത്തൊരു ചോദ്യമായി പോയല്ലോ സുധേ. നീ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്? എന്നോട് വരാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്? ആര് പറഞ്ഞോടോ വരാൻ? നീ തന്നെ. അല്ലെങ്കി പിന്നെ എനിക്കിവിടെ വരേണ്ട കാര്യം എന്താ? അതും അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത്. എന്തിനാ എത്ര പ്രയാസപ്പെടുന്ന രണ്ടാളും? ഇങ്ങനെ ഇരുട്ടത്ത് വരാതെ വെളിച്ചത്ത് വന്ന് വിളിച്ചോണ്ട് പൊയ്ക്കൂടെ? മോനെ, ഇയാള് കള്ളം പറയാ. എന്ത് കള്ളം? സ്വന്തം ഭാഗം ന്യായീകരിക്കാനായി മകളെ പ്രതിയാക്കുന്ന ആദ്യത്തെ അമ്മയാ നിങ്ങള്. എന്റെ ശരീരാകെ വല്ലാതെ വരുന്നു. ഇങ്ങനെ മനുഷ്യര് കള്ളം പറയൂ? അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. കള്ളത്തരം പിടിക്കുമ്പോ ഇങ്ങനെ ആരെങ്കിലും കള്ളം പറയോ? കഥകൾ ഉണ്ടാക്കുവോ? മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണം. ഇനി ഇവിടെ നിന്നാ ഞാൻ എന്തെങ്കിലും എടുത്ത് നിങ്ങളുടെ തലക്കടിക്കും. അങ്ങനെ ചെയ്താ നിനക്കൊരു ആൺതുണ ഇല്ലാതാകും. ഒരാള് ജയിലില്ല, ഒരാള് ചത്തും പോയാ പിന്നെ നിന്നെ നോക്കാൻ ആരാ സുധേ? നിന്റെ മോള് നിന്നെ നോക്കില്ല. അതൊക്കെ ഓർത്ത് വേണം തലയ്ക്ക് അടിക്കാൻ. പിന്നെ നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിയുമ്പോ അത് പിടിക്കപ്പെട്ട ഈ രീതിയിലൊക്കെ സംസാരിക്കണം, ഒച്ച വെക്കണം, അലറണം. എങ്കിലേ മറ്റുള്ളവർ നമ്മൾ പറയുന്നത് വിശ്വസിക്കൂ. എത്ര കിടന്ന് നിലവിളിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. ജീവിതത്തിൽ ഇതുപോലുള്ള മാമിമാര് ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. മോനെ. എന്തോന്ന് മോനേന്ന്? മകളുടെ ജാരനെ കയ്യോടെ പിടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ. ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഈ പ്രായത്തിൽ എന്തിന്റെ സൂക്കേടാ? എന്നെ തേടി ഒരു കള്ളക്കാമുകനും വന്നിട്ടില്ലടി. വന്ന് ദീപനാ. വിട്. പിടിവിടാനാ പറഞ്ഞത്. വിടാനാ പറഞ്ഞത്. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. മകളെ ഒറ്റുകൊടുക്കുന്ന അമ്മയെ അങ്ങനെ വിളിക്കേണ്ട കാര്യം എനിക്കില്ല. ഇതെന്റെ വീടാ. ഇവിടുന്ന് നിങ്ങളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയ കാലണയ്ക്ക് ഗതിയില്ലാത്ത നിങ്ങളെ സ്വീകരിക്കാൻ വെളിയിൽ ആരുമില്ല. തെണ്ടിത്തിരിയേണ്ടി വരും നിങ്ങൾക്ക്. സ്വന്തം തെറ്റ് അമ്മയുടെ തലയിൽ കെട്ടിവെച്ച നീ അതല്ല, അതിനപ്പുറം ചെയ്യും. അത് മനസ്സിലായല്ലോ. ദീപേട്ടന്റെ കുഞ്ഞാണ് എന്റെ വയറ്റിൽ കിടക്കുന്നതെന്ന് പോലും അയാളോട് പറയാൻ എനിക്ക് ഒരു മടിയില്ല. പക്ഷേ ദീപേട്ടൻ എനിക്കൊപ്പം ജീവിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ അങ്ങനെ പറയാത്തത്. അങ്ങനെയുള്ള എന്നെ പ്രതിയാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? അങ്ങനെയെങ്കിൽ നീ ഇനി പറയണം, രാത്രികാലത്ത് ഇവിടെ വന്ന് ടോർച്ചടിക്കുന്ന ദീപനാണെന്ന്. ഞാൻ പറയില്ല, അത് വിശ്വൻ തന്നെയാ. ഇനി നിങ്ങളെ വെള്ള പൂശേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഉണ്ണിയേട്ടൻ സത്യം അറിയും വരെ യഥാർത്ഥ പ്രതി നിങ്ങൾ തന്നെയാ. സ്വന്തം മാനം പോയാലും മക്കളെ രക്ഷിക്കുന്നവരാ അമ്മമാര്, വിശേഷിച്ചും പെൺമക്കളെ. ഇവിടെ പക്ഷേ കാര്യങ്ങൾ മറിച്ചായിപ്പോയി. അങ്ങനെ ഒരാളെ എനിക്കിനി അമ്മയെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് മരുമോനിപ്പോ എന്താണോ വിശ്വസിക്കുന്നത് അത് തിരുത്താനും എനിക്ക് മനസ്സില്ല. പക്ഷെ ഞാൻ തിരുത്തോടി. നിന്റെ ഈ കള്ളക്കളി ഞാൻ പൊളിക്കും. പൊളിച്ചോ? പക്ഷെ പൊളിക്കുന്നത് വരെ നിങ്ങളാണ് കള്ളി, പേരും കള്ളി. രാത്രിയിൽ വീടിന് പുറത്തു പോകുന്ന കള്ളി. അതുപോലെ തന്നെ ജനലിലേക്ക് ടോർച്ചടിക്കുന്നത് അയാളാ, ആ കഷണ്ടി. എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമില്ല. മോളറിഞ്ഞോ അവള് മോൾക്ക് കരള് ദാനമായിട്ട് തന്നത്? അറിഞ്ഞു. എന്റെ മോളെ
മോളുടെ ഓപ്പറേഷന് മുൻപ് ഞാനിവിടെ വന്നതാ മോളെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ. എന്നിട്ട് നമ്മുടെ അമ്മയുണ്ടല്ലോ, മോളെ കാണാൻ എന്നെ അനുവദിച്ചില്ല. അവർക്കറിയാം അവളാണ് കരള് ദാനം ചെയ്യുന്നതെന്നറിഞ്ഞ മോളതിന് സമ്മതിക്കില്ലെന്ന്. അതുകൊണ്ടാ എന്നോട് കാണണ്ടാന്ന് പറഞ്ഞത്. നമ്മുടെ അച്ഛന് വേണമെങ്കിൽ മോളെ സഹായിക്കാമായിരുന്നു. അതിന് സമ്മതിച്ചില്ല നമ്മുടെ അമ്മ. എന്നുവെച്ചാ എല്ലാം കഴിഞ്ഞു വരുമ്പോ കാർത്തുവാണ് മോളെ സഹായിച്ചെന്ന് അവർക്ക് പറഞ്ഞു നടക്കണം. മാത്രമല്ല, ഇത്രയും വലിയൊരു സഹായം ചെയ്യുമ്പോ മോൾ ആത്മാർത്ഥമായിട്ട് അവളെ സ്നേഹിക്കുമല്ലോ. അതൊക്കെ തന്നെയാ അവരുടെ ഉദ്ദേശം. എന്നെ ഒറ്റപ്പെടുത്തുക, എന്നിട്ടും എന്നെ സ്നേഹിക്കുന്നവരെല്ലാം എന്നെ നകറ്റുക. എന്താ മോളൊന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. നമ്മുടെ രണ്ടുപേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നല്ല മോളെ. അല്ലെങ്കിൽ എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെങ്കിൽ പോലും മോളെ ഞാൻ സഹായിച്ചേനെ. എന്ത് ചെയ്യാനാ, അതിനുള്ള ഭാഗ്യം അവൾക്കും ഉണ്ടായത്. എന്നാലും എന്റെ മോളെ അവളെ ഏതൊക്കെ തരത്തിൽ നമ്മൾ കൊല്ലാൻ നോക്കി. എന്നിട്ടും ദൈവം അവൾക്കൊപ്പാ നിൽക്കുന്നേ. സാരമില്ല മോളെ, ഇനിയും നമുക്ക് അവസരങ്ങൾ ഒത്തുവരും. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാം. ഞാൻ പോയിട്ട് വരാം മോളെ. എന്തായാലും മാളു നടന്നതൊക്കെ അറിഞ്ഞല്ലോ. ഇനിയിപ്പോ മാളു ആത്മാർത്ഥമായിട്ട് തന്നെ കാർത്തൂനെ സ്നേഹിക്കുമെന്ന് കരുതാം. പറയണ്ടായിരുന്നു ഉടനെ ഒന്നും. ഇനി അത് മാളു നല്ല അർത്ഥത്തിൽ എടുത്തിട്ടുണ്ടോ എന്തോ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അപ്പച്ചിക്കൊന്നും പറയാനില്ല മോളെ എന്റെ മക്കളെ കുറിച്ച്. ഏട്ടത്തി എത്തിയല്ലോ. ഞാൻ മാളുവിനെ കണ്ടിട്ടാ വരുന്നത്. ഒരാളെ വശീകരിച്ചെടുക്കാൻ വേണ്ടി നീ എന്തും ചെയ്യുന്ന കൂട്ടത്തിലാണെന്ന് എനിക്കറിയാം. ഇപ്പൊ കരള് പകത്ത് കൊടുത്തിരിക്കുന്നു അവളെ കൈക്കലാക്കാൻ. നിന്നെ നമിച്ചടി, നമിച്ചു. നീ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നതാ? എന്റെ മാളുവിനെ കാണാൻ തന്നെയാ. എന്നെ കണ്ടിട്ട് പോണം. ഇവിടേക്ക് വന്ന എന്തിനാ? എന്റെ അനിയത്തിയെ സഹായിച്ചതല്ലേ ഇവള്, അതിന് നന്ദി പറയാൻ വന്നതാ. നീ നിന്റെ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ദുരന്തങ്ങൾ നിനക്കും ഉണ്ടാവും. ഒരു വീഴ്ച കഴിഞ്ഞിട്ടില്ല, അത് മറക്കരുത്. എനിക്കറിയാം വീഴ്ചകൾ ഒരുപാട് ഉണ്ടാവുമെന്ന്. വീണത് മാത്രമല്ലല്ലോ, ഇടയ്ക്ക് ഹോസ്പിറ്റലിലും കിടന്നില്ലേ. ഇപ്പൊ ഇവള് മാത്രമല്ല, എന്നെ പ്രാകുന്നവരുടെ കൂട്ടത്തിൽ എന്റെ അമ്മയുണ്ട്. നിനക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. അത്രയ്ക്ക് ദുഷിച്ച മനസ്സാ നിന്റേത്. എന്തിനാ വെറുതെ വഴക്കിടുന്നത്? അയ്യോ പാവം, വഴക്കൊന്നും ഇടാത്ത ശാന്ത പ്രകൃതക്കാരി മാൻകുട്ടി. നിന്റെ മനസ്സുണ്ടല്ലോ, അതുപോലെ വിഷം കയറിയ ഒരു മനസ്സ് ഈ ലോകത്ത് വേറെ ആർക്കും കാണില്ല. മാളുവിന്റെ വയറ് കത്തിച്ചു കളഞ്ഞിട്ട് അവള് കരള് ദാനം കൊടുത്തിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്ന് കരളിന്റെ ഒരു ഭാഗം പോയാലും പെട്ടെന്നത് പഴയതുപോലെ ആവുമെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ നീ ഇത്രയും ധൈര്യം കാണിച്ചത്. കുഞ്ഞിനെ കാണിക്കാതെ അവള് പ്രതികാരം ചെയ്യും. അതാ അവളുടെ മനസ്സ്. അതൊക്കെ ഉണ്ടാവാതിരിക്കാനാ ഏട്ടത്തി എന്തു പറഞ്ഞാലും അപ്പച്ചി പ്രതികരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പൊ കാത്തിരിക്കുന്നത് മോളുടെ കുഞ്ഞിന് വേണ്ടിയാ. അവിടെ പിന്നെ എനിക്കൊന്നും തടസ്സമല്ലല്ലോ. എന്നാലും സ്വന്തം പേരക്കുട്ടിയെ കാണണമെന്ന് അപ്പച്ചിക്ക് തോന്നാതിരിക്കോ? മോളുടെ കുഞ്ഞും എന്റെ സ്വന്തം പേരക്കുട്ടി തന്നെയാ. അങ്ങനെ ഞാൻ കരുതൂ. അതുകൊണ്ട് അവള് തരുന്ന വേദന മോളുടെ കുഞ്ഞിലൂടെ പരിഹരിക്കപ്പെടുമെന്ന എന്റെ വിശ്വാസം.
ഡിസ്ചാർജ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ബാബു, ഞാൻ ബില്ലൊക്കെ അടച്ചിട്ടുണ്ട്. ഓ രക്ഷപ്പെട്ടു. ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോയാ മതിയായിരുന്നു. ആ, വേണ്ട, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നാലും മോൾക്ക് ഒരാളുടെ സഹായം വേണം. സഹായം തരാൻ ഞാനൊന്ന് നടന്നു വന്നോട്ടെ. ഞാനെല്ലാം എടുത്തു വയ്ക്കാം. എനിക്കൊന്ന് മാളുവിനെ കാണണമെന്നുണ്ട്. കൊണ്ടുപോയി കാണിക്കരുൺ. അപ്പോഴേക്കും ഞാനിതെല്ലാം എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് വരാം. ദാ. ഞാനിന്ന് പോവാ. മാളുവിനിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? നീ എന്തിനാ എനിക്ക് കരള് തന്ന് സഹായിച്ചത്? എന്റെ സിമ്പതി പിടിച്ചു പറ്റാനാണെങ്കിൽ ഇതുകൊണ്ടൊന്നും അതിന് കഴിയില്ല. നീയാണ് എന്നെ സഹായിക്കുന്നതെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞേനെ. അതുകൊണ്ട് ഞാനാ പറഞ്ഞത് മാളുവിനോടൊന്നും പറയണ്ടെന്ന്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നീ എന്തിനാ എന്നെ സഹായിച്ചത്? മാളു പഴയതുപോലെ ജീവിക്കാൻ, അതിനപ്പുറം ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇനി പ്രതീക്ഷിക്കുകയും വേണ്ട. നീ കരള് തന്നത് പുണ്യപ്രവൃത്തിയായിട്ട് പലരും ഇവിടെ വന്ന് പറഞ്ഞു. അവരോടൊന്നും ഞാൻ എന്റെ മനസ്സിലുള്ളത് പറഞ്ഞിട്ടില്ല. പക്ഷെ നിന്നോട് പറയാ, ഇപ്പോഴും എനിക്ക് വെറുപ്പാ നിന്നോട്. പഴയതിനേക്കാളും 10 മടങ്ങ്. നിന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാ ദീപാവലിയുടെ അന്ന് ഞാൻ ശ്രമിച്ചത്. പക്ഷെ ഭാഗ്യം നിനക്കൊപ്പം നിന്നു. എന്റെ സ്വഭാവം മാറില്ല. എന്റെ അമ്മയെ ഞങ്ങൾ ഈ നടർത്തി മാറ്റി നിന്നോട് എന്നും ഞങ്ങൾക്ക് ദേഷ്യം തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരു കരള് ദാനം ചെയ്തതിന്റെ പേരിൽ സ്നേഹം കിട്ടുമെന്ന് കരുതി എന്റെ അരികിലേക്ക് വരണ്ട. ഇതുപോലെ അപ്പച്ചിയോടൊന്നും പറയരുത്. അപ്പച്ചിക്ക് അത് വിഷമാവും. ഞാൻ എല്ലാവരോടും പറയും. ഇപ്പോഴല്ല, ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ്. അതുപോലെ തന്നെ ഒരു അഭ്യർത്ഥനയുണ്ട്. ദയവ് ചെയ്ത് ഇനി എന്നെ കാണാൻ വരരുത്. ഞാൻ ചത്താലും ജീവിച്ചാലും അത് നിന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പൊയ്ക്കോ. പോവാൻ. അയ്യോ ഡോക്ടറോ, എപ്പോ വന്നു? അനന്ത് കുളിക്കാൻ കയറിയത് പറഞ്ഞോണ്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ മോള് കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ മോളുടെ അമ്മ വരുന്നത് കണ്ടത്. പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് കയറിയതാ. മോളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ അമ്മ കാണാൻ പാടില്ല എന്ന് മോള് പറഞ്ഞു. ഡോക്ടർക്കൊന്നും തോന്നരുത്. അതുപോലെയുള്ള ഫാമിലി ഇഷ്യൂസ് അവിടെ നടക്കുന്നേ. എനിക്ക് മനസ്സിലായി. ആ മോനൊരു കാര്യം ചെയ്യ്, താഴോട്ട് ചെല്ല്. ഇല്ലെങ്കിൽ ചിലപ്പോ മഞ്ജുന്റെ അമ്മ ഇങ്ങോട്ട് കയറി വന്നാലോ? ഞാനിപ്പോ തന്നെ പോവാം. ഡോക്ടർക്ക് ബുദ്ധിമുട്ടായില്ലേ? ഹേയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ രണ്ടാളെയും കൊല്ലാൻ പാമ്പിനെ വരെ ബെഡ്റൂമിലെടുത്തിട്ടാ കാർത്തു വന്ന പെൺകുട്ടിയെ മഞ്ജുന്റെ അമ്മ സ്നേഹിക്കുകയല്ലേ? എല്ലാം മഞ്ജുവിനോട് പറഞ്ഞു. അതുകൊണ്ട്
എന്നെ മഞ്ജുവിന്റെ അമ്മ കാണാതിരിക്കുന്ന നല്ലത്. താങ്ക് യു ഡോക്ടർ. എന്റെ അമ്മ ഇവിടേക്ക് വരുന്ന എന്തിനാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അതുകൊണ്ടാ അവസാനമായിട്ട് വന്നപ്പോഴും ഞാൻ പറഞ്ഞത്, കാർത്തൂനെ പറ്റി എന്തെങ്കിലും പറയാനാണ് വരുന്നതെങ്കിൽ ഇവിടേക്ക് വരണ്ടാന്ന്. നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല മഞ്ജു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് കാർത്തു മാളുവിനെ കണ്ടു കഴിഞ്ഞു. മാളുവിന് അവളോട് ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. എന്നുവച്ചാ മാളും കാർത്തും തമ്മിൽ സ്നേഹിച്ചു തുടങ്ങി. ഇനി നീയായിട്ട് അനിയത്തെ തിരുത്താൻ നിൽക്കണ്ട. എന്റെ മനസ്സിൽ തട്ടുന്ന കാര്യങ്ങൾ പറയാനേ അമ്മ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ദൈവത്തെ ഓർത്തൊന്ന് പോവാൻ നോക്ക്. എന്താ എന്തു പറ്റി? കാർത്തു എന്ന് പറയുന്നവളെ വർണ്ണിക്കാൻ വന്നതാ. അവൾ എന്റെ മാളൂനെയും പാട്ടിലാക്കിയിരുന്നു. മാളു കാർത്തുവിനെ ഇനി സ്നേഹിക്കും. ഇവൾക്കും ആ വഴിക്ക് വന്ന എന്താണെന്തു? അത് നടക്കില്ല എന്നറിഞ്ഞിട്ടും പിന്നെ ആ ആവശ്യവുമായി അപ്പച്ചി എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? കാർത്തുവിനെ പോലെ നല്ലൊരു പെൺകുട്ടി ഈ ലോകത്തില്ല. അതുകൊണ്ടെന്താ ഇവിടെ വരുന്നതിനേക്കാൾ സമാധാനം എനിക്ക് കാർത്തുവിന്റെ അടുത്ത് പോകുമ്പോഴാ. അവള് നാഗങ്ങളെ തൊഴുതു തൊഴുതു എന്റെ അമ്മയെ അനിയത്തിയൊക്കെ സ്വാധീനിച്ചിരിക്കുക. നാളെ അവൾക്ക് വേണ്ടി എന്റെ അമ്മ എന്നെ കൊല്ലാനും മടിക്കില്ല. നീ ഈ ജന്മം നന്നാവുന്ന് എനിക്ക് പ്രതീക്ഷയില്ല മഞ്ജു. പക്ഷേ നീ ഒന്നോർത്തോ, കാർത്തുവുമായി നിങ്ങളൊക്കെ സഹകരിച്ചു പോയില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരിക്കലും നന്മയുണ്ടാവില്ല. അപ്പച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതുകൊണ്ടാ ഇവള് ചോദിക്കുന്നത്, ഇവളാണോ കാർത്തുവാണോ അപ്പച്ചിയുടെ മോളെന്ന്. എന്നെ ഒരു അനാഥ പെണ്ണിനെ പോലെയാ അമ്മ ഇപ്പൊ കാണുന്നത്. എന്നോട് ഒരു സ്നേഹവുമില്ല. എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതിനെപ്പറ്റി പോലും ഒരു ബോധവുമില്ല. എന്നാലും നീ നിന്റെ സ്വഭാവത്തെ കുറിച്ച് ചിന്തിക്കില്ല. അമ്മ പോവാൻ നോക്ക്. ലോകത്ത് ഇതുപോലെയുള്ള അമ്മമാരെ ശത്രുക്കൾക്ക് പോലും കിട്ടരുതെന്ന എന്റെ പ്രാർത്ഥന. അപ്പച്ചി പോവാൻ നോക്ക്. വെറുതെ ഇവളുടെ മൂഡ് കളയാൻ വരണ്ട. എന്തായാലും ഇവള് പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. മാളുവിനെ കാർത്തുവായിട്ട് തെറ്റിക്കാന്ന് ഇനി കരുതണ്ട. മാളുവിനെ കാര്യങ്ങളൊക്കെ പിടികിട്ടി. മുകളിലിരിക്കുന്ന ഡോക്ടർ കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. മനസ്സിലായി. അമ്മ പോയല്ലേ? ഡോക്ടർ വല്ല സംസാരവും കേട്ടോ? കുറച്ചൊക്കെ കേട്ടു. സോറി, എന്റെ അമ്മയെ പറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലോ. മനസ്സിലായി മോളെ എനിക്കെല്ലാം. മോളെ അമ്മ ഇപ്പോ ഒരു അനാഥ പോലെയാണ് കാണുന്നത് അല്ലേ? അങ്ങനെ കണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ പുറമ്പോക്ക് പോലെയാ കാണുന്നത്. അമ്മ അങ്ങനെ പുറമ്പോക്ക് പോലെ കാണുമ്പോ മറ്റു ചിലര് മോളെ സ്നേഹിക്കാൻ എത്തിയെന്ന് കൂട്ടിക്കോ. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്, എന്നൊരു ഡോക്ടറായിട്ടല്ല. മോള് വേണമെങ്കിൽ മോളുടെ അച്ഛനായിട്ട് കൂട്ടിക്കോ. മഞ്ജുവിന്റെ എത്രയോ നാളത്തെ ആഗ്രഹം ഇപ്പൊ നടന്നത്. അതിന് നിമിത്തമായത് ജീവനല്ലേ? ദൈവം അറിഞ്ഞോണ്ടയക്കാ പേരിട്ട് കൊടുത്ത്. ജീവൻ. മനുഷ്യന്റെ ജീവനെടുത്ത് കളിക്കുന്നോണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് വീണത്. എന്നാലും ദീപൻ ഇതുപോലൊരു ഏട്ടൻ എങ്ങനെ ഉണ്ടായി കാണേട്ടാ? ദീപനും ഏട്ടനെ പറ്റി മോശം അഭിപ്രായമൊന്നുമില്ല. ചേച്ചിയേക്കാൾ നല്ലവനാ ഏട്ടൻ എന്നാ പറയുന്നേ. അയാളുടെ കയ്യിലിരിപ്പ് അവൻ അറിഞ്ഞിട്ടില്ലല്ലോ. അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇന്ന് മഞ്ജുവിനെ വിട്ടുകൊടുക്കുമെന്ന് ജീവൻ എന്നോട് ചോദിച്ചു. നാളെ അത് അരുണിനോടും ചോദിക്കും. ഒന്നും നടക്കാതെ വരുമ്പോ സ്വാമി സാറിനെയും അരുണിന്റെ അപ്പച്ചയും കാണും. അതിനൊക്കെയുള്ള ധൈര്യം അയാൾക്കുണ്ടോ? ഇത് അച്ഛൻ മകൾ ബന്ധമല്ലേ? അവിടെ ആർക്കാണെങ്കിലും ഒരു ധൈര്യം വന്നു പോകും. 10-21 വർഷങ്ങൾക്ക് ശേഷം അയാൾ എന്തിനാ മകളെ തിരക്കി വന്നത്? എന്തായാലും യഥാർത്ഥ മകളുടെ മുമ്പിൽ അയാൾ എത്തിയില്ലല്ലോ, അത്രയും സമാധാനം. മഞ്ജു എടുത്ത അല്ല അയാളുടെ മോളെന്ന് അറിഞ്ഞ പിന്നെ അയാൾ യഥാർത്ഥ മോളെ അന്വേഷിക്കും.
ആ മോളെ കണ്ടുപിടിക്കാൻ വേണ്ടി അലഞ്ഞു തിരിയും. അവിടെയും കണ്ണേട്ടന് മുമ്പിൽ വരും. ആ സമയത്ത് കാർത്തു അനാഥയാന്നറിഞ്ഞ അയാളിൽ സംശയം ജനിച്ചു തുടങ്ങും. അതൊക്കെ ഞാനും ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. കാർത്തൂന്റെ സ്വഭാവം അറിയാലോ. എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും സ്നേഹത്തോടെ അടുത്തുകൂടിയ അവർക്കൊപ്പം നിൽക്കും. ഇവിടെ പിന്നെ സ്വന്തം അച്ഛനാണ് ജീവനെന്ന് അറിഞ്ഞാൽ പിന്നെ പറയൂ വേണ്ട. അതിലേക്കൊന്നും കാര്യങ്ങൾ എത്താതെ ജീവനെ പിന്തിരിപ്പിച്ച് വിടുക വേണ്ടത്. കണ്ണേട്ട, എനിക്ക് എന്റെ അപ്പച്ചിയുടെ കാര്യം ഓർത്തിട്ട് ഒരു സ്വസ്ഥതയില്ല. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ അപ്പച്ചി കരയാൻ പാടില്ല. ഇപ്പൊ തന്നെ അയാൾ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞതിന്റെ ഒരു ഭയമുണ്ട്, വേദനയുണ്ട്. എന്നോട് അരുണിന്റെ അപ്പച്ചി ആവശ്യപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞതല്ലേ, എന്തു വേണമെങ്കിലും തരാം, ഒന്ന് കൊന്നു തരാവോന്നാ ചോദിച്ചേ. അത് അപ്പച്ചി പറയേണ്ട കാര്യമൊന്നുമില്ല. കൈവെട്ട കളിക്കാണ് ആ ചതിന്റെ പുറപ്പാടെങ്കിൽ അത് പിന്നെ മരണമേരെന്ന് വാങ്ങിയെന്നേ പറയാൻ പറ്റൂ. അങ്ങനെങ്കിൽ പപ്പനുമൊക്കെ ഈ സംഭവം അറിയും. ഞങ്ങളെല്ലാവരോടും അവന്റെ വീട് കയറി അങ്ങ് ആക്രമിക്കും. എത്ര ദിവസം ഇവിടെ വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട്? ഇന്ന് ദീപേട്ടിന് വേണ്ടതൊക്കെ ഒരുക്കണമെന്ന് ഞാൻ അടുക്കളക്കാരി അമ്മയോട് പറഞ്ഞിരുന്നു. അടുക്കളക്കാരി അമ്മയോ? നമ്മള് തമ്മിലുള്ള ബന്ധം നാട് മുഴുവൻ പാടിക്കൊണ്ട് നടക്കുന്നതേ ഇപ്പോഴും എന്റെ അമ്മ തന്നെയാ. അതുപോലെ ഉണ്ണിയേട്ടന് അത് അറിയിക്കാനും വലിയ തിടുക്കം അവർക്ക്. അതുകൊണ്ട് അടുക്കളക്കാരിയായിട്ട് തന്നെയാ ഞാൻ അവരെ കാണുന്നത്. അപ്പോ കഴിക്കുന്നതൊക്കെ സൂക്ഷിച്ച് കഴിക്കണം എന്നല്ലേ? അവര് ഭക്ഷണത്തിൽ എന്തെങ്കിലും മായം ചേർത്താ പിന്നെ ബന്ധം പൂർണ്ണമായിട്ട് ഞാനങ്ങ് മറക്കും. എന്താ ഓരോന്ന് കൊണ്ടുവരാൻ പറഞ്ഞ് ഇത്ര താമസം? എനിക്ക് 2 കയ്യേ ഉള്ളൂ, മൂന്നാമതൊന്നുകൂടി ദൈവം തന്നിട്ടില്ല. പകരം 4-5 നാക്ക് തന്നല്ലോ. എന്റെ പൊന്നുമോനെ, നീ ഇവളും കൂടെ ചെയ്യുന്ന തെറ്റ് മുഴുവൻ ഇപ്പൊ എന്റെ തലയില. മരുമക്കൾ അമ്മായിയമ്മയെ സംശയിക്കുന്നത് മരിക്കുന്നതിന് തുല്യ. എന്നാ പിന്നെ മരിച്ചൂടെ? നിങ്ങളെ ജീവിച്ചിരുന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. എന്തായാലും സൂപ്പർ ഫുഡാ കേട്ടോ. ദീപേട്ടൻ കഴിച്ചിട്ട് നല്ലത് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് ഇരട്ടി ജോലി ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നേ ഞാൻ പറഞ്ഞായിരുന്നു. നിനക്ക് ജനിക്കുന്നതും ഒരു പെൺകുഞ്ഞു തന്നെ ആവട്ടടി. അവളും നിന്നെ പോലെ വളർന്നു കഴിഞ്ഞ് ഇതിനേക്കാളും നിന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുമ്പോഴേ എന്റെ സങ്കടം നിനക്ക് മനസ്സിലാവൂ. നിങ്ങൾ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. നിങ്ങളെക്കാൾ 100 ഇരട്ടി ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാർത്തുവും പവിത്രടുത്തുമൊക്കെ. അവരെ ഇറക്കിവിടാൻ അന്ന് ഏറ്റവും കൂടുതൽ ഉത്സാഹിച്ചത് നിങ്ങളാ. അവര് പോയി കഴിഞ്ഞിട്ടോ നിങ്ങളുടെ ഒപ്പം സകല വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന കണ്ണേട്ടന്റെ അമ്മയെ നിങ്ങൾ ഇവിടെ ഇട്ട് തൂത്ത് തുടച്ചു. അവസാനം തൊഴുത്തിൽ കിടത്തിയപ്പോഴാ അവർ ഈ വീട് വിട്ട് പോയത്. എല്ലാം ശരിയാ മോനെ, അതിന്റെയൊക്കെ ശിക്ഷയാ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇവള് ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നുണ്ടെന്ന്. ഇപ്പൊ തന്നെ നിനക്കറിയാലോ, സ്വന്തം ഭർത്താവിന്റെ കുഞ്ഞിനെയല്ല പ്രസവിക്കാൻ പോകുന്നത്, നിന്റെ കുഞ്ഞിനെയാ. അത് എന്റെ കുഞ്ഞല്ലാന്ന് ഞാൻ ഇവളോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇവക്കറിയാലോ അതാരുടെ കുഞ്ഞാണെന്ന്. നിങ്ങൾ ഒരിക്കലും ഒരു കുഞ്ഞിനെ കളയാൻ മാത്രം മനുഷ്യത്വം ഇല്ലാത്തവളല്ല ദേവ. ഒരു സമയത്ത് അങ്ങനെ സംഭവിച്ചു കാണും. എന്ന കുറ്റബോധം കൂടിയപ്പോ അവളും ചെയ്ത തെറ്റ് തിരുത്തിയെന്ന് എനിക്കാരും പറഞ്ഞു മനസ്സിലാക്കി തരണ്ട. അങ്ങനെയാണെങ്കിൽ ആ മകളെ എന്തിനാണ് ഇപ്പൊ ദേവനന്ദ വെറുക്കുന്നത്? അതേപ്പറ്റിയൊന്നും എനിക്കറിയില്ല. അമ്മ മകളെ വെറുക്കുന്നു എന്ന് പറഞ്ഞത് മകള് തന്നെയാ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, മഞ്ജു അനാഥയാണെന്ന് പറഞ്ഞോട്ടെ എന്ന്. അതോടെ മഞ്ജുവും ദേവൻ തമ്മിൽ അകലും, എനിക്ക് എന്റെ മകളെ കിട്ടുകയും ചെയ്യും. നിങ്ങൾ എന്തൊരു സ്വാർത്ഥനാ ഡോക്ടറെ. ഞാൻ സ്വാർത്ഥനല്ല. മൂത്ത മകളെ അമ്മ വെറുക്കുമ്പോ അവളെ സ്നേഹിക്കാൻ ഒരു അച്ഛനുണ്ട്. ആ അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. എനിക്ക് എന്റെ മകളെ വേണം, അവൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞു ജനിക്കണം. അതൊക്കെ ഏത് മനുഷ്യനായാലും ചിന്തിച്ചു പോകുന്നതല്ലേ. അതിനെ സ്വാർത്ഥത എന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചോ. പക്ഷെ സാഹചര്യം വഷളായ തനിക്ക് തന്ന വാക്ക് എനിക്ക് തെറ്റിക്കേണ്ടി വരും. അത് പറയാനാ വിളിച്ചത്.
നീ ആഗ്രഹിച്ച പോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നിനക്കിന്ന് പുറത്തു പോവാം. എന്റെ കാലാവധി കഴിഞ്ഞോ സാറേ? നിന്റെ കാലാവധി കഴിയാറാവുമ്പോഴേ കാലം വരും. ഇന്ന് നിനക്ക് പരോൾ ഉണ്ടെന്നാ പറഞ്ഞത്. സന്തോഷമായി സാറേ, തൃപ്തിയായി. നീ പുറത്തേക്ക് പോകുന്നത് എന്തോ തരികിട ഒപ്പിക്കാനാണെന്ന് എനിക്കറിയാം. നീ അത് പറഞ്ഞു കഴിഞ്ഞു, എന്നോടും ഇവിടെയുള്ള സകല അവന്മാരോടും ഒക്കെ. ആരെങ്കിലും കൊന്നിട്ടിങ്ങോട്ട് വന്നാ നിന്റെ പുറത്ത് ഞാൻ ചപ്പാത്തി പരത്തും. സാർ എന്നെ എന്ത് വേണേലും ചെയ്തു. തെറ്റ് ചെയ്തവരെ നമ്മൾ ശിക്ഷിക്കണം, നോവിക്കണം. ഞാനും അതേ ചെയ്യത്തുള്ളൂ സാറേ. പരോള് റദ്ദാക്കാൻ പറയണോടാ? അയ്യോ വേണ്ട സാറേ, ഞാൻ ആരെയും കൊല്ലാനൊന്നും അല്ല പോകുന്നത്. നിന്റെ കെട്ടിയോള് നിന്റെ കൂട്ടുകാരനൊപ്പം പോകുന്നെന്ന് നീ നേരത്തെ പറഞ്ഞിരുന്നു. അവനാണോ നിന്റെ എര? അയ്യോ സാറേ, അവനൊക്കെ ഇപ്പൊ വലിയ പുള്ളികളാ. പാപ്പരും ഞാനല്ലേ. എടാ, കെട്ടിയോള് വഴിപഴച്ച് പോവുകയാണെങ്കിൽ അവളെ നിലയ്ക്ക് നിർത്തണം. അല്ലാതെ നാട്ടിലുള്ള ആണുങ്ങളുടെ പിന്നാലെ പോവല്ല വേണ്ടത്. എന്നാലും ഒന്നുമില്ലാത്തവളെ റാണിയെ പോലെ വായിച്ചവനാ ഞാൻ. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്ന ആണുങ്ങൾ തന്നെ കുറവാ, പിന്നെ പെണ്ണുങ്ങളുടെ കാര്യം പറയണോ? അത് ശരിയാ സാറേ, വളരെ ശരി. അപ്പോ എനിക്ക് ഉടനെ ഇറങ്ങാവോ? കുളിയൊക്കെ കഴിഞ്ഞിട്ടേ സൂപ്രണ്ടിനെ കണ്ടിട്ട് നിനക്ക് പോവാം. പിന്നെ പുറത്തു പോയിട്ട് മുങ്ങാൻ നോക്കരുത്, കൃത്യമായിട്ട് ഇങ്ങ് വന്നേക്കണം. മുങ്ങിയാല് എവിടെ വരെ മുങ്ങാനാ സാറേ? ഇനിയിപ്പോ എനിക്ക് ജീവിതമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. വിശ്വനെ ഒന്ന് കണ്ടിട്ട്. വിശ്വനോ? അതാരാ? അയ്യോ ഞാനൊന്നും പറയുന്നില്ല സാറേ. നിന്റെ കെട്ടിയോളുടെ കാമുകനായിരിക്കും. എടാ, കേൾക്കുന്നതെല്ലാം ശരിയാവണമെന്നില്ല. ശരിയല്ല, അവൻ തീരെ ശരിയല്ല. നീ മിക്കവാറും ഒരു ഇരട്ട ജീവപര്യന്തം എത്തിക്കുമെന്നാ തോന്നുന്നേ. ആ എന്തെങ്കിലും ആവട്ടെ, എനിക്കെന്ത് പാട്. ജീവപര്യന്തമല്ല സാറേ, മിക്കവാറും ഒരു തൂക്കുകയർ എനിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അല്ലേ? ഒരു തരത്തിലും താൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോവാത്തോണ്ട് ഇനി സത്യങ്ങൾ വിളിച്ചു പറയാനാണോ തന്റെ ഭാവം? ഞാനതിന് മുതിരുന്നില്ല. പക്ഷേ മോൾ ഓരോന്ന് പറയുമ്പോ എന്തിനു വേണ്ടിയാണ് അരുണിന്റെ അപ്പച്ചയ്ക്ക് അങ്ങനെ ഒരു മോളെന്ന് എനിക്ക് തോന്നിപ്പോവാ. നിങ്ങളോട് 1000 തവണ പറഞ്ഞില്ലേ നിങ്ങളുടെ മോളല്ല മഞ്ജു അടുത്തിന്ന്. അത് ഞാൻ കണ്ണടച്ച് വിശ്വസിക്കണോ? കേൾക്കണോ? താൻ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. കണ്ണേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ നേരെ തന്റെ വീട്ടിലേക്ക് വരാനാ തീരുമാനിച്ചത്, തന്റെ ഭാര്യയെ കാണാൻ. ഇനിയിപ്പോ അത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. എന്റെ വീട്ടിലേക്കുള്ള തന്റെ പോക്ക് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനി അത് തന്നെ സംഭവിക്കും. എനിക്ക് എന്റെ മോളെ മാളൂന് കുഴപ്പമൊന്നുമില്ല. താൻ വലിയൊരു സഹായം ചെയ്തില്ലേ, പിന്നെ കുഴപ്പമുണ്ടാവോ? കുഴപ്പം അത്ര ഏടത്തിക്ക അവരുടെ സ്വഭാവത്തിനാ. ഏടത്തിയെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടൊന്നുമില്ല. മാളൂനെ കാണാൻ ചെന്നെന്ന് അപ്പച്ചി പറഞ്ഞിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാലും ചേച്ചി അനിയത്തോട് ഓരോന്ന് പറഞ്ഞ് തന്നോടുള്ള വെറുപ്പ് കൂട്ടുകയല്ലേ ഉള്ളൂ. അതൊന്നും സാരമില്ല, മാളൂനൊന്നും പറ്റിയില്ലല്ലോ, അതെന്നെ ഭാഗ്യം. മിക്ക ആൾക്കാർക്കും കിട്ടുന്നത് അവരവരുടെ മാതാപിതാക്കളുടെ സ്വഭാവമായിരിക്കും. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തൊക്കെ സംഭവിച്ചിട്ട് ഏട്ടത്തി നന്നാവുന്നില്ലല്ലോ. അതിനെന്തിനാ അങ്ങനെ പറഞ്ഞത്? ഏടത്തിയുടെ അച്ഛനും അമ്മയും സാറിന്റെ അപ്പച്ചയും ശർത്തങ്ങളും അല്ലേ, അവരുടെ സ്വഭാവം മോശമാണോ? എന്താ ഒന്നും പറയാത്തെ? എനിക്കൊന്നും പറയാനില്ല കാർത്തു. ഈ ഏട്ടത്തി എന്ന് പറയുന്ന സാധനം അപ്പച്ചിയുടെ അങ്കിളിന്റെ കാലിൽ പൂവിട്ട് പൂജിക്കേണ്ടതാ. അതുപോലെ ഏട്ടത്തി അവർ വളർത്തിയിരിക്കുന്ന മൂത്ത മകളെന്ന നിലയിൽ അമിത സ്നേഹം അവർക്ക് കൊടുത്തിരുന്നേ. മാള് ജനിച്ച ശേഷം അങ്ങനെ തന്നെയായിരുന്നു. മാളുവിനെ കൂടുതൽ സ്നേഹിക്കുന്നത് ഈ പറയുന്ന സാധനത്തിന് ഇഷ്ടമല്ലായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് രണ്ടാളും കൂടുതൽ പരിഗണന കൊടുത്തിരുന്നത് ഏട്ടത്തിക്ക് തന്നെ. എന്നിട്ട് അവരത് മനസ്സിലാക്കാതെ അപ്പച്ചനെ അങ്കിളിനൊക്കെ വേദനിപ്പിച്ചോണ്ടിരിക്കെ. അതൊക്കെ മാറും സാറേ. ഇനി മാറില്ലടോ, അതെനിക്ക് ഉറപ്പാ. അവരുടെ ശരീരത്തിലൂടെ ഓടുന്ന ബ്ലഡ് വേറെയാ. എന്നുവെച്ചാ? അല്ല,
അപ്പച്ചിയുടെ അങ്കിളിന്റെ ബ്ലഡ് ആണെങ്കിൽ ഇത്രയും മോശമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതുകൊണ്ടിനി ഏട്ടത്തി അപ്പച്ചയുടെ മോളല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അവരുടെ സ്വഭാവം കണ്ട അവര് മറ്റാരുടെയും മോളാന്ന് തോന്നും. അതിപ്പോ അപ്പച്ചിക്ക് ഒരു സമയത്ത് എന്നോട് ദേഷ്യമായിരുന്നല്ലോ. എന്നെ കൊല്ലാൻ നടന്നതല്ലേ. പിന്നെ സാഹചര്യം കൊണ്ട് അപ്പച്ചി മാറി. അതുപോലെ തന്നെ മഞ്ജു എടുത്തി മാളും ഒക്കെ മാറും. ഏട്ടത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ലെന്നാ പറഞ്ഞ. അവരെ ദൈവത്തിന് പോലും ഇനി മാറ്റാൻ പറ്റില്ല. തന്നെ കാട്ടിക്കിടന്നിട്ട കണ്ണേട്ടർ കിട്ടിയത്. പക്ഷെ താൻ ജനിച്ചത് ഏതോ നല്ല അമ്മയുടെ വയറ്റില്ല. അതുകൊണ്ടാ തന്റെ സ്വഭാവം നന്നായത്. എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ കാട്ടിലെറിഞ്ഞ അമ്മയാ ഈ ലോകത്തിലെ ഏറ്റവും കൊള്ളരുതാത്ത അമ്മ. എന്റെ സ്വഭാവം നന്നായെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് കണ്ണേട്ടനോടാ. അതുപോലെയാ കണ്ണേട്ടൻ എന്നെ വളർത്തിയത്. അതും ശരിയാ. എങ്കിലും തന്നെ പ്രസവിച്ച അമ്മയും മോശക്കാരിയാവാൻ വഴിയില്ല. അവരെ കുറിച്ച് എന്തിനാ ഇപ്പൊ പറയുന്നത്? കൊല്ലാൻ വേണ്ടി കാട്ടിക്കളഞ്ഞവര് നല്ലവരാണ്. ഒരിക്കലും സാറിനെ പോലെ ഒരാള് ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. ഞാനൊന്നും പറയുന്നില്ല. പിന്നെ മാളുവിന് കരളൊക്കെ കൊടുത്തു. അതുകൊണ്ട് അവള് സ്നേഹിക്കുവാണെങ്കിൽ അതിന്റെ ഇരട്ടിയായിട്ട് അവളെങ്ങ് സ്നേഹിച്ചോ. പക്ഷെ മഞ്ജുവടത്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിന്റെ അരികിലേക്ക് നീ പോവരുത്. അവരോട് മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ടോർച്ചിന്റെ വെട്ടം കണ്ട് സുധാമണി ഇറങ്ങി വരുവാണെങ്കിൽ ഉറപ്പിക്കാം അവക്ക് കാമുകന്മാരുണ്ടെന്ന്. ഇറങ്ങി വാടി. No. No. No.